ജനപ്രിയ ന്യൂസ്, വസ്തുതയുടെ വർത്തമാനം. പിണറായി രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി കെ സുരേന്ദ്രൻ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് BJP പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. അത്ര വലിയ അഴിമതി നടന്നതുകൊണ്ടാണ് കിഫ്ബിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളെ ആവർത്തിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും തലസ്ഥാനത്ത് വാർത്താ സമ്മേളനത്തിൽ സുരേന്ദ്രൻ ആരോപിച്ചു. കേന്ദ്ര സർക്കാർ CAG-യെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണം ഭരണഘടനയെക്കുറിച്ചുള്ള അജ്ഞതയാണ് വെളിവാക്കുന്നത്. സർക്കാരിനെ പിരിച്ചുവിടാൻ ഇത്രയും മതിയെന്നും BJP പ്രസിഡന്റ് പറഞ്ഞു. CM രവീന്ദ്രന് ശേഷം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ദിനേശൻ പുത്തലത്തിലേക്ക് അന്വേഷണം എത്തുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. CAG-യെ രൂക്ഷമായി വിമർശിച്ച ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ കരട് റിപ്പോർട്ട് ഇല്ലാത്തത് അന്തിമ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ധനമന്ത്രിയും ഇതേ ആരോപണം ആവർത്തിക്കുന്നുണ്ട്. നിയമസഭയിൽ വയ്ക്കും മുമ്പ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും റിപ്പോർട്ട് കണ്ടതിനാലാണ് ഇങ്ങനെ പറയുന്നതെന്നും എങ്കിൽ സർക്കാരിനെ പിരിച്ചുവിടാനാകുമെന്ന് BJP-യുടെ നിലപാട്. രാജ്യം കണ്ട ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് ആക്ഷേപിച്ച സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടുത്തതായി ചോദ്യം ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയോടാണെന്നും പ്രവചിച്ചു. ഇതോടെ മുഖ്യമന്ത്രിയും കുടുങ്ങുമെന്ന വേവലാതിയാണ് കേന്ദ്രവിരുദ്ധ സമരത്തിന് കാരണമെന്നും അദ്ദേഹം ആക്ഷേപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനപ്രിയ ന്യൂസ്. അച്ഛാ, കുറച്ച് ക്യാഷ് വേണമായിരുന്നു. എന്താ കാര്യം? 4 ജീൻസ് മേടിക്കാനാ. 4 ജീൻസോ? 3ന്റെ വില കൊടുത്താ മതി. ഇപ്പൊ buy 3 get 1 ഓഫർ ഉണ്ട്. അയ്യടാ, എനിക്ക് 4 കുർത്തി എടുത്താ പുളിക്കോ? 3ന്റെ വില കൊടുത്താ പോരെ? എന്നൊരു കാര്യം ചെയ്യാം, നിനക്കൊരു ജീൻസ്, ഇവൾക്കൊരു കുർത്തി, അച്ഛനൊരു ഷർട്ട്, എനിക്കൊരു സാരി. 3ന്റെ വില കൊടുത്താ മതിയല്ലോ. അങ്ങനെയൊക്കെ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റുന്നേ, കല്യാൺ സിൽക്സിൽ മാത്രം. കല്യാൺ സിൽക്സ് buy 3 get 1 ഫ്രീ ഓഫർ. ഇനി 4 വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം 3ന്റെ വിലയിൽ. ഇതിലും നല്ല ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. കല്യാൺ സിൽക്സ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട നിലമ്പൂരിൽ രാഹുൽ ഗാന്ധി MP-യുടെ ദുരന്ത നിവാരണ ഭക്ഷ്യധാന്യ കിറ്റുകൾ പൂഴ്ത്തിവെച്ചതായി കണ്ടെത്തി. നിലമ്പൂർ താലൂക്കിലേക്ക് 2018-ൽ 6 പേരുടെ മരണത്തിനിടയായ ഭാഗത്തേക്കും 2019-ൽ കവളപ്പാറ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്കും നാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് കൊടുത്തയച്ച ഭക്ഷ്യധാന്യ കിറ്റുകളാണ് പൂഴ്ത്തിവെച്ചത്. നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും പ്രതിഷേധം ശക്തമാണ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഭവം UDF-നും കോൺഗ്രസിനും ബാധിക്കും എന്നതിലും സംശയമില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയോരത്തും മറ്റും കൈനീട്ടുന്ന അരപ്പട്ടിണിക്കാർക്കും മുഴുപട്ടിണിക്കാർക്കും നീതി നിഷേധം ഇല്ലാതായെന്ന് ഉറപ്പുവരുത്തേണ്ടത് മാറിവരുന്ന ഗവൺമെൻറ്റും പൊതുജനത്തിൻ്റെ നികുതി പണം കൊണ്ട് ശമ്പളം പറ്റി കുടുംബം പുലർത്തുന്ന ഓരോ ഉദ്യോഗസ്ഥരുമാണെന്ന് ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണെന്നും മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ ഫോറം സംസ്ഥാന സെക്രട്ടറി CK അസീസ് ജനപ്രിയ ന്യൂസിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വയനാട്. ജനപ്രിയ ന്യൂസ്. സ്പ്രിംഗ്ലർ റിപ്പോർട്ട് അട്ടിമറിക്കാൻ സർക്കാർ നീക്കം. സ്പ്രിംഗ്ലറിനെ കരാർ നൽകിയതിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന മാധവൻ നമ്പ്യാർ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിക്കാൻ നീക്കം. കരാർ നൽകിയതിലെ നടപടിക്രമത്തിൽ വീഴ്ചയുണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധിക്കുന്നതിന് സർക്കാർ പുതിയ 3-അംഗ സമിതിയെ നിയോഗിച്ചു. ആദ്യ സമിതിയുടെ റിപ്പോർട്ടും റിപ്പോർട്ടിൽ പരാമർശിക്കാത്ത കാര്യങ്ങളും പരിശോധിക്കാനെന്ന പേരിലാണ് പുതിയ സമിതിയെ വെച്ചത്. 2 മാസത്തിനകം പുതിയ കമ്മിറ്റി റിപ്പോർട്ട് നൽകണം. റിട്ടയർഡ് ജില്ലാ ജഡ്ജി K ശശിധരൻ നായർ, ഹൈദരാബാദ് JNTUH എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വിരമിച്ച ഡോക്ടർ A വിനയബാബു, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ഉമേഷ് ദിവാകരൻ എന്നിവരാണ് പുതിയ സമിതിയിലെ അംഗങ്ങൾ. നടപടിക്രമങ്ങൾ പാലിച്ചാണോ സ്പ്രിംഗ്ലറിനെ കരാർ നൽകിയത്? കോവിഡിന്റെ അസാധാരണ സാഹചര്യത്തിലും കരാർ നീതീകരിക്കാനാവുമോ? വിവരസുരക്ഷ ഉറപ്പാക്കാൻ എന്തു ചെയ്യണം? മാധവൻ നമ്പ്യാർ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് വിശകലനം ചെയ്യുക, ഭാവിയിലേക്ക് മാർഗരേഖ തയ്യാറാക്കി നൽകുക എന്നിവയാണ് പരിഗണനാ വിഷയങ്ങൾ. സമാനമായ പരിഗണനാ വിഷയങ്ങൾ തന്നെയായിരുന്നു മാധവൻ നമ്പ്യാർ കമ്മിറ്റിക്കും നൽകിയത്. മാധവൻ നമ്പ്യാർ മുൻ കേന്ദ്ര IT സെക്രട്ടറിയും അംഗമായ ഗുൽഷൻ റോയ് സൈബർ സുരക്ഷ വിദഗ്ധനുമാണ്. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും വിവരസുരക്ഷ ഉറപ്പുവരുത്തുവാനും വിശദമായ നിർദ്ദേശങ്ങളും ആദ്യ സമിതി നൽകിയിരുന്നു. എന്നാൽ അവർ നൽകിയ റിപ്പോർട്ട് പുറത്തുവിടാതെ സർക്കാർ പുതിയ കമ്മിറ്റിയെ വെച്ചതാണ് സംശയം ജനിപ്പിക്കുന്ന സ്പ്രിംഗ്ലറിനെ കരാർ നൽകിയതിലെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന് മാധവൻ നമ്പ്യാർ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടെന്ന കാര്യം ഇന്ന് ഇറക്കിയ ഉത്തരവിൽ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയാത്ത നിയമപരവും ഭരണപരവും വിവരസാങ്കേതിക വിദ്യയെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ് പുതിയ കമ്മിറ്റി പരിശോധിക്കേണ്ടതെന്നും ഉത്തരവിലുണ്ട്. എന്നാൽ സ്പ്രിംഗ്ലറിനെ കരാർ നൽകിയതിൽ വീഴ്ചയുണ്ടെന്ന കാര്യം പരിശോധിക്കണമെന്ന് പരിഗണനാ വിഷയങ്ങളിൽ സ്പഷ്ടമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനപ്രിയ ന്യൂസ്.
അച്ഛാ കുറച്ച് ക്യാഷ് വേണമായിരുന്നു. എന്താ കാര്യം? 4 ജീൻസ് മേടിക്കാനാ. 4 ജീൻസോ? 3ന്റെ വില കൊടുത്താൽ മതി. ഇപ്പൊ ബൈ 3 ഗെറ്റ് 1 ഓഫർ ഉണ്ട്. അയ്യടാ, എനിക്ക് 4 കുർത്തി എടുത്താ പുളിക്കോ? 3ന്റെ വില കൊടുത്താ പോരെ? എന്നൊരു കാര്യം ചെയ്യാം, നിനക്കൊരു ജീൻസ്, ഇവൾക്കൊരു കുർത്തി, അച്ഛനൊരു ഷർട്ട്, എനിക്കൊരു സാരി. 3ന്റെ വില കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റുന്നേ, കല്യാൺ സിൽക്സിൽ മാത്രം. കല്യാൺ സിൽക്സ് ബൈ 3 ഗെറ്റ് 1 ഫ്രീ ഓഫർ. ഇനി 4 വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം 3ന്റെ വിലയിൽ. ഇതിലും നല്ല ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. കല്യാൺ സിൽക്സ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ നിശിതമായി വിമർശിച്ച് വിടി ബൽറാം. വിവാദമായ പോലീസ് ഭേദഗതി പിൻവലിക്കാനുള്ള റിപ്പീലിംഗ് ഓർഡിനൻസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടതോടെ വലിയ വിവാദങ്ങൾക്ക് അവസാനമാവുകയാണ്. എന്നാൽ സർക്കാരിന്റെ അബദ്ധ നീക്കം വരുത്തിയ വിന CPM-നെ പിന്തുടരുകയാണ്. പിണറായി വിജയനെ പരിഹസിച്ച് ബൽറാം രംഗത്തെത്തി കഴിഞ്ഞു. ഗവർണർക്ക് അങ്ങനെ തന്നെ വേണം. ആരോടും ആലോചിക്കാതെ സ്വന്തം നിലക്ക് ഇങ്ങനെ ഒരു ഓർഡിനൻസ് ഇറക്കിയാൽ അത് വകവെച്ച് തരുന്ന ഒരു സർക്കാരല്ല ഇടതുപക്ഷത്തിൻ്റെത്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിച്ച ഇതിഹാസ രാജ പിണറായി സഖാവിന് 100 ചുവപ്പൻ അഭിവാദ്യങ്ങൾ. ഗവർണർക്ക് നല്ല ഉപദേഷ്ടാക്കളില്ലാത്തതിന്റെ കുഴപ്പമായിരിക്കാം, ബൽറാം ചോദിക്കുന്നു. വൻ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് ഓർഡിനൻസ് പിൻവലിക്കാൻ ബുധനാഴ്ച മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. നിയമസഭയിൽ വിശദമായി ചർച്ച ചെയ്ത ശേഷം സൈബർ സുരക്ഷയ്ക്കായി പുതിയ ഭേദഗതി കൊണ്ടുവരാനാണ് സർക്കാർ തീരുമാനം. നിലവിലുള്ള പോലീസ് ആക്ടിൽ 118A എന്ന വകുപ്പ് കൂട്ടിച്ചേർക്കാനാണ് ഒക്ടോബർ 22-ന് ചേർന്ന മന്ത്രിസഭ ശുപാർശ ചെയ്തത്. ഏതെങ്കിലും വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനോ അപമാനിക്കുന്നതിനോ അപകീർത്തിപ്പെടുത്തുന്നതിനോ ഉദ്ദേശിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിനിമയ ഉപാധികളിലൂടെ ഉള്ളടക്കം നിർമ്മിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ വിധിക്കുന്നതിനുള്ള വ്യവസ്ഥയാണ് വകുപ്പിലുണ്ടായിരുന്നത്. ഈ മാസം 22-ന് ഓർഡിനൻസ് പുറത്തിറങ്ങി. എന്നാൽ പോലീസ് ആക്ടിൽ കൂട്ടിച്ചേർത്ത 118A വകുപ്പ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആക്ഷേപമുയർന്നു. സർക്കാരിനെ വിമർശിക്കുന്നവരെ കുടുക്കാനാണ് പുതിയ നിയമമെന്നും വിമർശനമുണ്ടായി. CPM കേന്ദ്ര നേതൃത്വവും പുതിയ നീക്കത്തെ എതിർത്തു. തുടർന്ന് നിയമ ഭേദഗതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും നിയമസഭയിൽ ചർച്ച ചെയ്ത ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയും ചെയ്തു. നിയമം നടപ്പിലാക്കരുതെന്ന് DGPയും നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് ജനപ്രിയ ന്യൂസ്. അച്ഛാ കുറച്ച് ക്യാഷ് വേണമായിരുന്നു. എന്താ കാര്യം? 4 ജീൻസ് മേടിക്കാനാ. 4 ജീൻസോ? 3ന്റെ വില കൊടുത്താൽ മതി. ഇപ്പൊ ബൈ 3 ഗെറ്റ് 1 ഓഫർ ഉണ്ട്. അയ്യടാ, എനിക്ക് 4 കുർത്തി എടുത്താ പുളിക്കോ? 3ന്റെ വില കൊടുത്താ പോരെ? എന്നൊരു കാര്യം ചെയ്യാം, നിനക്കൊരു ജീൻസ്, ഇവൾക്കൊരു കുർത്തി, അച്ഛനൊരു ഷർട്ട്, എനിക്കൊരു സാരി. 3ന്റെ വില കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റുന്നേ, കല്യാൺ സിൽക്സിൽ മാത്രം. കല്യാൺ സിൽക്സ് ബൈ 3 ഗെറ്റ് 1 ഫ്രീ ഓഫർ. ഇനി 4 വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാം 3ന്റെ വിലയിൽ. ഇതിലും നല്ല ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. കല്യാൺ സിൽക്സ്. പോലീസ് നിയമ ഭേദഗതി റദ്ദായി. പിൻവലിക്കൽ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിട്ടു. തിരക്കിട്ട് കൊണ്ടുവന്ന പോലീസ് നിയമ ഭേദഗതി മൗലികാവകാശ ലംഘനവും മാധ്യമങ്ങളെ കുച്ചുവിലങ്ങിടുന്നതുമാണെന്ന വിമർശനത്തെ തുടർന്നാണ് പിൻവലിക്കാൻ മന്ത്രിസഭാ യോഗം ഇന്നലെ തീരുമാനിച്ചത്. ഭേദഗതി പിൻവലിക്കാനുള്ള റിപ്പീൽ ഓർഡിനൻസാണ് ഇപ്പോൾ ഗവർണർ ഒപ്പിട്ടിട്ടുള്ളത്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും നേരെയുള്ള സൈബർ ആക്രമണവും കുറ്റകൃത്യങ്ങളും കൂടിയ സാഹചര്യത്തിൽ സദുദ്ദേശത്തോടെ കൊണ്ടുവന്നതാണ് നിയമ ഭേദഗതിയെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. പോലീസിനെ അമിതാധികാരം നൽകുന്നത് ദുരുപയോഗം ചെയ്യപ്പെടാനിടയുണ്ടെന്നുൾപ്പെടെയുള്ള വിമർശനം CPM കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഇടത് സഹയാത്രികരിൽ നിന്നും കൂടി ഉയർന്നപ്പോഴാണ് സർക്കാർ നിലപാട് മാറ്റിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനപ്രിയ ന്യൂസ്. ജനപ്രിയ ന്യൂസ്, വസ്തുതയുടെ വർത്തമാനം.